പാർട്ടിയോടുടക്കിയ മധു പുറത്ത്. മംഗലാപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ സിപിഎമ്മിൽ നിന്ന് പുറത്താക്കി. പാർട്ടി തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിനും പൊതുജനമധ്യത്തിൽ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തിയതിനുമാണ് നടപടി. മധു മുല്ലശ്ശേരി ബിജെപിയിൽ ചേരും. ബിജെപി സംസ്ഥാന നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ബിജെപി നേതാക്കൾ മധുവിന്റെ വീട്ടിലെത്തി പാർട്ടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കും. വി അരുൺ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇന്നലെ തന്നെ തീരുമാനമായതാണ്, കർശന നടപടി ഉണ്ടാകും മധുവിനെതിരെ പാർട്ടിയിൽ നിന്ന് എന്ന്. ഇപ്പോഴിതാ മധുവിനെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു. പാർട്ടി തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിനും പൊതുജനമധ്യത്തിൽ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തിയതിനുമാണ് നടപടി എന്ന് മനസ്സിലാക്കുന്നു. ഇത് ഒരു താക്കീതാണ് എന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക്, അല്ലെ? ഇത്തരത്തിലൊരു വിഭാഗീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കർശന നടപടിയിലേക്ക് കടക്കും എന്നതിന്റെ ഒരു താക്കീത് കൂടി സൂചനയാണ് ഈ മധുവിനെതിരെയുള്ള നടപടി എന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും സിപിഎമ്മിന്റെ സംഘടനാ വിധി അനുസരിച്ച് വലിയ അച്ചടക്ക ലംഘനമാണ് മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി കാട്ടിയത്. പാർട്ടിയുടെ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക, നേതൃത്വത്തെ വെല്ലുവിളിക്കുക തുടങ്ങിയ കടുത്ത സംഘടനാ വിരുദ്ധമായ അച്ചടക്ക ലംഘനം നടത്തി. മറ്റു വഴികൾ സിപിഎം മുന്നിലില്ല. സമ്മേളന കാലയളവ് ആയതുകൊണ്ടാണ് ഇത്രയും വൈകിയത് നടപടി. സാധാരണഗതിയിൽ സമ്മേളന കാലയളവിൽ സിപിഎം സംഘടനാ നടപടിയിലേക്ക് കടക്കില്ല. ഇത് അസാധാരണ സാഹചര്യമാണ്. പാർട്ടിയെ പ്രതിരോധത്തിലും പ്രതിസന്ധിയിലുമാക്കിയ നീക്കമാണ് മധു നടത്തിയത്. അതുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഇപ്പോൾ മധുവിനെ പുറത്താക്കിക്കൊണ്ട് സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഇന്നലെ തന്നെ ജില്ലാ സെക്രട്ടറി ചേർന്ന് മധുവിനെ പുറത്താക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് മുമ്പാകെ വച്ചിരുന്നു. മംഗലപുരം ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പാർട്ടി തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും പൊതുജന മധ്യത്തിൽ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മധു മുല്ലശ്ശേരിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു എന്നാണ് വി ജോയിയുടെ ജില്ലാ സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ജോയിക്കെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ മധു മുല്ലശ്ശേരി ഉന്നയിച്ചത്. ജോയ് വിഭാഗീയത വളർത്തുന്നു, തന്റെ ഇഷ്ടക്കാരെ മാത്രം കമ്മിറ്റികൾ ഉൾപ്പെടുത്തുന്നു, സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കുന്നു, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോൽക്കണമെന്ന് ആഗ്രഹിച്ച സ്ഥാനാർത്ഥി ആയിരുന്നു വി ജോയ് തുടങ്ങി രൂക്ഷമായ വിമർശനങ്ങൾ, ആരോപണങ്ങൾ പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ ഉന്നയിച്ചാണ് മധു മുല്ലശ്ശേരി പുറത്തുപോയത്. മധുവിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കാൻ സിപിഎം തീരുമാനമെടുത്തിരിക്കുന്നു. അധികം വൈകാതെ മധു പുതിയ ലാവണത്തിലേക്ക് എത്തുകയാണ്. ഇന്നലെ തന്നെ ബിജെപിയിലേക്ക് പോകാനുള്ള താല്പര്യം മധു നമ്മോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം ഡിസിസി പ്രസിഡന്റ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോട് രവി അടക്കമുള്ളവർ മധു മുല്ലശ്ശേരിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. മധു നേരത്തെ മധുവിന്റെ കോൺഗ്രസ് ആഭിമുഖ്യമുള്ള ആളായിരുന്നു. മധുവിന്റെ കുടുംബം കോൺഗ്രസ് കുടുംബമാണ്. അതുകൊണ്ട് തന്നെ മധുവിനെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തി. പക്ഷെ അത് വിജയിച്ചില്ല. പകരം ബിജെപിയിലേക്ക് തന്നെ പോവുകയാണ്. ബിജെപിയുടെ സംസ്ഥാന നേതാക്കൾ ഇടപെട്ട് മധുവുമായി ചർച്ച നടത്തി. 10:30 ബിജെപി ജില്ലാ പ്രസിഡന്റ് വി രാജ് അടക്കമുള്ളവർ മധു മുല്ലശ്ശേരി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കാണും. ബിജെപിയിലേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കും. മധുവിന്റെ മകൻ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് ഭാരവാഹിയായിരുന്നു, ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു. ഇന്നലെ കടകംപള്ളി സിപിഎം സംസ്ഥാന സമിതി അംഗം പറഞ്ഞത് മധു പാർട്ടി വിട്ടാൽ മധുവിനൊപ്പം ഒരു അദ്ദേഹത്തിന്റെ മകൻ പോലും പോകില്ല, ആരും കൂടെ പോകില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. തൊട്ടു പിന്നാലെ ഈ കടകംപള്ളിയുടെ പ്രസ്താവന വന്ന് അധികം വൈകാതെ മധുവിന്റെ മകനും സിപിഎം വിടുകയാണെന്ന് അറിയിച്ചു. ഡിവൈഎഫ്ഐയുടെ ഏരിയ നേതാവാണ്. അദ്ദേഹവും പാർട്ടി വിട്ടു. അങ്ങനെ മധു മുല്ലശ്ശേരി ബിജെപിയിലേക്ക് പോവുകയാണ്. സിപിഎമ്മിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ, സിപിഎമ്മിന് നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു ഏരിയ സമ്മേളനത്തിൽ ഇറങ്ങി വന്ന ഏരിയ സെക്രട്ടറി പാർട്ടിയെ വെല്ലുവിളിച്ചത്. അരുൺ, അച്ഛന് പിന്നാലെ മകനും സിപിഎം വിട്ട് പോകുന്നത് ബിജെപിയിലേക്ക് തന്നെയാണോ? എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? അതിനൊരു വ്യക്തത വേണം. അതായത് മകൻ എന്തായാലും ഇന്നലെ തന്നെ സിപിഎമ്മുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നു. സ്വാഭാവികമായും മധുവിന്റെ പാത തന്നെ മകനും സ്വീകരിക്കുമോ എന്ന് അറിയാം. അല്പസമയത്തിനകം നമ്മൾ മധു മുല്ലശ്ശേരിയുടെ പ്രതികരണ വിഷയത്തിൽ തേടുന്നുണ്ട്. ബിജെപി നേതാക്കൾ 10:00 അദ്ദേഹത്തെ വീട്ടിൽ സന്ദർശിക്കുകയും ചെയ്യും. തീർച്ചയായും. അരുൺ, ഒരു കാര്യം കൂടി, ഈ വിഭാഗീയ പ്രശ്നങ്ങളിൽ ഇടഞ്ഞോ അതല്ലെങ്കിൽ അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണോ ഒരു മുഴം മുന്നേ നേരത്തെ എറിഞ്ഞിരുന്നു മധു? കാരണം ഈ അച്ചടക്ക നടപടിക്ക് മുൻപ് തന്നെ മധു പാർട്ടി വിടുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഒരു സംശയം ബിജെപിയിലേക്കാണോ കോൺഗ്രസിലേക്കാണോ ഒരു സംശയം മാത്രമേ അവിടെ ബാക്കി നിന്നിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും. മധുവിന് മറ്റു വഴികൾ നമുക്കറിയാം. നേരത്തെയൊക്കെ ഒരു പാർട്ടി പുറത്താക്കിയാൽ കുറെ നാൾ ഒരു വഴിയുമില്ലാതെ നിൽക്കുന്ന നേതാക്കളെയാണ് നമ്മൾ പ്രാദേശികമായാലും അല്ലെങ്കിൽ ഉയർന്ന നേതാക്കളുമായി അതിൽ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. വളരെ പെട്ടെന്ന് പുതിയ ലാഭങ്ങൾ തേടാൻ പാർട്ടി വിട്ടുപോകുന്നവർക്ക് അത് എല്ലാ പാർട്ടിയിൽ നിന്നും സിപിഎം വിട്ടാൽ ബിജെപിയിലേക്കോ കോൺഗ്രസിലേക്കോ എവിടെ പോകാനുള്ള അവസരമുണ്ട്. മറ്റൊരു
മുൻകാല ചരിത്രവും നോക്കാതെ പാർട്ടികൾ അവരെ സ്വാഗതം ചെയ്യുന്നുണ്ട്. നമ്മൾ സന്ദീപ് ആരുടെ വിഷയത്തിൽ കണ്ടതാണ്. PR സരിന്റെ ഡോക്ടർ P സരിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു ഏരിയ നേതാവാണ്, ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ഏരിയ സെക്രട്ടറി ആണെങ്കിൽ കൂടിയും അവിടെയും ഇരുകയും നീട്ടി സ്വീകരിക്കാൻ BJP കോൺഗ്രസും തയ്യാറായി. ഒടുവിൽ BJP ആണ് മധു തിരഞ്ഞെടുക്കുന്നത്. BJPയിലേക്ക് മധു മുല്ലശ്ശേരി പ്രവേശിക്കും. CPM അത്തരം കാര്യങ്ങൾ നേരത്തെ ഉറപ്പിച്ചിരുന്നു. BJPയിലേക്ക് തന്നെ മധു പോകുമെന്നാണ് CPM നേതൃത്വം വിലയിരുത്തിയിരുന്നത്. കാരണം BJP നേതാക്കളുമായി നേരത്തെ അടുത്ത ബന്ധം മധുവിനുണ്ട് എന്ന് CPM നേതാക്കൾ ഇപ്പോൾ പറയുന്നു. നേരത്തെ അത്തരം ആരോപണങ്ങൾ അവർ പാർട്ടിക്ക് മുമ്പാകെ പരാതി ഉണ്ടെന്ന് പറഞ്ഞ അപ്പുറത്തേക്ക് അത്തരം പരസ്യമായ ആരും അക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ BJP നേതാക്കളുമായി നേരത്തെ തന്നെ ബന്ധമുണ്ട്. മധുവിന്റെ വീടിന്റെ ഫ്ളാറ്റിന്റെ പാലുകാച്ചൽ ചടങ്ങിലടക്കം BJPയുടെ സംസ്ഥാന പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തു എന്ന ആരോപണമാണ് ഇപ്പോൾ CPM ഉന്നയിക്കുന്നത്. 10 മണിയോടുകൂടി CPMന്റെ ജില്ലാ സെക്രട്ടറി, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മധുവിനെതിരെയുള്ള പാർട്ടിയുടെ തീരുമാനം, മധുവിനെതിരെയുള്ള ആരോപണങ്ങളുടെ തെളിവുകളൊക്കെ ഒരുപക്ഷെ CPM പുറത്തുവിട്ടേക്കാം. തീർച്ചയായും BV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഇന്ന് 10 മണിയോടുകൂടി 10:30 മധുവിന്റെ വീട്ടിലെത്തി BJP നേതാക്കൾ ഔദ്യോഗികമായി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് ക്ഷണിക്കും. അതിനുശേഷം CPM നേതാവായിരുന്ന മധു ഇനി BJPയിലായിരിക്കും.